ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് മൈസൂരിനടുത്തുള്ള പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബ്രഹ്മപുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം വരുന്നത്. മൈസൂരിൽ നിന്ന് ഏകദേശം 17.4 കിലോമീറ്റർ ഉണ്ട് നമ്മളെ മ്യൂസിയത്തിലേക്ക്. ഞങ്ങളിപ്പോൾ എത്തുമ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ഇതാണ് മ്യൂസിയത്തിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ. നമ്മൾ കയറി ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കാർ പാർക്കിംഗ് വരുന്നത്. ഇതിന് പാർക്കിംഗ് ഫീ ഒന്നും അവർ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് നടക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത്. അധികം ദൂരമില്ല, പക്ഷെ നല്ല വെയിലാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ മ്യൂസിയം കാണുമ്പോൾ ഒരു കൗതുകമാണ് തോന്നുക. ആ ഒരു ടയറിൻ്റെ ഷേപ്പിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല നീറ്റാണ്. ശ്രീ ഡി വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറഞ്ഞ ആളാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ഈ മ്യൂസിയം ഏകദേശം 23 ഏക്കറോളം ഉണ്ട്. 2024 ഏപ്രിൽ 1 ഈ മ്യൂസിയം ഓപ്പൺ ചെയ്തത്. 69ഓളം കാറുകളുണ്ട് ഈ മ്യൂസിയത്തിൽ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. വലിയ തിരക്കൊന്നുമില്ല. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഒരു കാറ് കാണാൻ പറ്റും. അത് ശ്രീ ഡി വീരേന്ദ്ര ഹെഗ്ഡേൻ്റെ കോളേജ് ടൈമിൽ യൂസ് ചെയ്ത കാറാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഈ കാറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇനി അകത്തേക്ക് കയറാണ്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും. ഈ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചക്രങ്ങളിൽ വന്ന വ്യത്യാസങ്ങളാണ് ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടയറുകളിൽ വന്ന വ്യത്യാസവും ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബുള്ളക്കാട്ടുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള എൻജിൻസാണ് കാണാൻ പറ്റുക. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നേരെ നടക്കുമ്പോൾ നമുക്ക് പിന്നെയും പലതരം ബുള്ളക്കാട്ടുകൾ കാണാൻ പറ്റും. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ട് അതുപോലത്തെ ഉന്തുവണ്ടിയൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കാറിൻ്റെ ഡിസ്പ്ലേ ആണ്. ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഫിയറ്റ് 501 ആണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വണ്ടികളുടെയും ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഇങ്ങനെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത കണ്ട കാറാണ് ഫിയറ്റ് 521. ഈ കാറിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മഹാത്മാഗാന്ധി കർണാടകയിൽ വന്നപ്പോൾ യൂസ് ചെയ്ത കാറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ കാറിന് നേരെ താഴെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള കാറുകളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കാറുകൾ പോലെ തന്നെയാണ് ഇത് തോന്നുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ച കാറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കളറുകളാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള കാറുകൾക്കൊന്നും ഇങ്ങനത്തെ കളർ ഞാൻ കണ്ടിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള പല പല കളറുകളാണ് ഓരോ കാറിനും ഉള്ളത്. അതിൻ്റെ സീറ്റാണെങ്കിലും അതുപോലെ തന്നെ അതിന് മാച്ചാവുന്ന സീറ്റുകളാണ് ഓരോ കാറിനും കൊടുത്തിട്ടുള്ളത്. എന്താ ഈ കാണുന്ന കാറൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ ഈ കാലത്ത് ഇങ്ങനത്തെ കാറുകളൊന്നും ഉണ്ടാക്കാത്തതെന്ന്. അത്രയും ഭംഗിയുണ്ട് ഈ കാറൊക്കെ കാണാൻ. ഈ കാറിൻ്റെ ഒക്കെ മുകളിലായിട്ട് നമുക്കൊരു പല്ലക്കം കാണാൻ പറ്റും, പണ്ട് കാലത്ത് യൂസ് ചെയ്തത്.
ഇവിടെ ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാറ് മൈസൂർ മഹാരാജ ജയചാമരാജേന്ദ്ര വാഡിയാറുടേതാണ്. ആ കാറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നേരെ താഴെ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാറുകളുടെ ഡീറ്റെയിൽസാണ് ഇങ്ങനെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. കാറിൻ്റെ സൈഡിലായിട്ട് മഹാരാജാവിൻ്റെ പല ഫോട്ടോസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൈസൂർ പാലസിൻ്റെ ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിളാണ്. പല കളറിലുള്ള മോട്ടോർ സൈക്കിൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസ്പ്ലേ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാറുകളുടെ സെക്ഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാറ് ഫ്രാൻസിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സിട്രൺ ട്രാൻഷൻ അവൻ 2CV എന്ന് പറഞ്ഞ കാറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ കാറുകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കാറാണിത്, അംബാസിഡർ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു കാറ് കാണാൻ പറ്റും. നല്ല കളർ കോമ്പിനേഷനുള്ളൊരു കാറാണ്. ആ സീറ്റിൻ്റെ കളറും സെയിം കളറാണ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ഇംപാല എന്ന് പറഞ്ഞ കാറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കാറാണ്. നല്ല ലെങ്ത് ഉണ്ട് ഈ കാറിന്. ഈ കാറിൻ്റെ ബാക്കിലായിട്ട് ഈ കാറ് ഉപയോഗിച്ച മൂവീസിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ ഫ്ലോറിലെ ലാസ്റ്റ് കാറ്. ഇനി താഴോട്ടേക്കാണ് പോകേണ്ടത്. അവിടെയും കുറേ വണ്ടികൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. അവിടെ നമുക്ക് കുറേ വണ്ടികൾ കാണാൻ പറ്റും. സർക്കിൾ ഷേപ്പിലാണ് ഇവിടുത്തെ സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്സിന് പകരം ഇതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ഇതിൽ കൂടെ പോകാൻ പറ്റും. വീൽ ചെയറുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഇതിൽ കൂടി പോവാം. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്പ്ലേക്ക് കാണാൻ പറ്റുന്നത് സ്കൂട്ടറാണ്. ചില കാറിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ്, പണ്ട് കാലത്തെ പ്രൈസ് ഇവിടെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസിൻ്റെ താഴെയായിട്ട് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ വണ്ടികളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഈ ഫ്ലോറിൽ നമുക്ക് പലതരത്തിലുള്ള വണ്ടികൾ കാണാൻ പറ്റും. ഇവിടെ വില്ലീസ് ജീപ്പാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്.
ഇത് പണ്ട് കാലത്തെ ആക്ടറായ വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന ആൾ കാറാണ്. അയാൾ ഫോട്ടോ നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് കാണാം. അടുത്തതായിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് വില്ലീസ് ട്രക്കാണ്. ഇത് നമ്മൾ റോങ് ടേൺ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു യെല്ലോ കളറാണ് അതിൽ വരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് 2 വലിയ ട്രക്കുകൾ കാണാം. ഫോർഡിൻ്റെ ട്രക്കാണ് ഇത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടാറ്റേൻ്റെ ട്രക്കാണ്. നമ്മളിപ്പോൾ കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വണ്ടിയാണ് ഈ കാണുന്ന സോവിയറ്റ് യൂണിയൻ്റെ മിലിറ്ററി പർപ്പസിന് ഉപയോഗിച്ച ട്രക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഡിസ്പ്ലേക്ക് വെച്ചൊരു ടമ്പ് ആണിത്. ഇവിടെ ഒരു ഡീഅസംബിൾ ചെയ്ത വണ്ടിയാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ പാർട്സും അവർ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിൻ്റേതായ പൊസിഷനിലാണ് അവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 90s ഇറങ്ങിയ കുറച്ച് വണ്ടികളാണ്.
കാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ടെന്ന്. മഞ്ജുഷ മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പുറത്തായിട്ടൊരു വലിയ പണ്ട് യൂസ് ചെയ്ത ക്ലോക്ക് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ച പല പല സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്പൂണുകളെല്ലാം കാണാം. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിലും മനുഷ്യന്മാർ ഉപയോഗിച്ച പല പാത്രങ്ങളാണ്. ഇവിടെ വെയിറ്റുകളാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയും കുറേ പാത്രങ്ങൾ കാണാം നമുക്ക്. പണ്ട് യൂസ് ചെയ്തിരുന്ന ക്യാമറയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ടൈപ്പ് റൈറ്റേഴ്സാണ്. പിന്നെ ആഡിങ് മെഷീനാണ് തൊട്ടപ്പുറത്തുള്ളത്. പിന്നെ താളിയോലകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറകൾ, ഫോണുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പണ്ട് കാലത്തെ പെയിൻറ്റിങ്സും കുറേ ഉണ്ട്. അതൊന്നും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ച വാളുകൾ കാണാം. തോക്കുകൾ, അങ്ങനത്തൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മഞ്ജുഷ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ എന്തായാലും ഈ പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ വരിക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ 50 രൂപയെ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. ഒരുപാട് കാണാനുണ്ട്. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.